കേരള സ്റ്റേറ്റ് അവാർഡ്സ് പ്രഖ്യാപിച്ച സമയത്ത് വേടന് മികച്ച ഗാനരചയിതാവിനുള്ള അവാർഡ് കൊടുത്തു. അപ്പോൾ അത് കണ്ടപ്പം പലരുടെയും കുരു പൊട്ടി. ഓക്കെ, വേടൻ്റെ പാട്ടും വേടൻ്റെ രചനയും കാര്യങ്ങളൊക്കെ സൂപ്പർ തന്നെയാണ്. പക്ഷേ ഇവിടെ അവാർഡ് കൊടുത്തപ്പം കുരു പൊട്ടാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതേ ഗവൺമെൻറ് ഇതിനു മുമ്പ് ദിലീപിന് ഒരു കേസ് വന്ന സമയത്തും അതേപോലെ തന്നെ വിജയ് ബാബുവിന് ഒരു കേസ് വന്ന സമയത്തും അവരുടെ സിനിമ ഈ പറയുന്ന ജൂറി അവാർഡിന് വേണ്ടി പരിഗണിച്ചിട്ട് പോലുമില്ല. വേടനും ഇപ്പോൾ ഒരു പീഡന കേസിൽ പ്രതിയായിട്ട് ചേർക്കപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ കഞ്ചാവ് കേസിലും പെട്ടിട്ടുണ്ട്. അപ്പം ദിലീപിനും വിജയ് ബാബുവിനും ഒന്നുമില്ലാത്ത എന്തോ ഒരു പ്രത്യേകത വേടനുണ്ടല്ലോ എന്നുള്ളതാണ് ആളുകൾ ചോദിക്കുന്നത്. അല്ലാണ്ട് വേടൻ്റെ പാട്ടിനെക്കുറിച്ചോ അല്ലെങ്കിൽ വേടൻ്റെ ഗാനത്തെക്കുറിച്ചോ ആർക്കും ഒരു പരാതിയില്ല. പക്ഷേ ഇതിനു മുമ്പ് വിജയ് ബാബുവിൻ്റെ ഹോം എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയിൽ അഭിനയിച്ച ഇന്ദ്രൻസിന് പോലും അവാർഡ് കൊടുത്തില്ല. അത്രയും നന്നായിട്ട് അഭിനയിച്ചിട്ടുള്ള ഇന്ദ്രൻസിന് പോലും അവാർഡ് കൊടുത്തില്ല. കാരണം എന്താണ്? അതിൻ്റെ പ്രൊഡ്യൂസർ ഒരു കേസിൽ പെട്ടു എന്നുള്ള കാരണത്താൽ. അപ്പം അങ്ങനെ ഇരിക്കെ ഇപ്പം വേടന് ഇത്രയും കേസ് പെട്ടിട്ട് പോലും വേടന് അവാർഡ് കൊടുത്തപ്പം ആളുകൾ ചോദ്യം ചെയ്യുന്നു. അതിലെന്താണ് ഇത്ര പ്രത്യേകത? ആളുകൾ ചോദ്യം ചെയ്യും. പിന്നെ പലർക്കും പല നിയമം, അങ്ങനെയല്ലല്ലോ വേണ്ടത്. ഇപ്പോൾ വേടൻ്റെ പാട്ട് സൂപ്പറാണ്, വേടൻ്റെ ഗാനം സൂപ്പറാണ്, വേടൻ അവാർഡ് കൊടുക്കുന്നതിലും പ്രശ്നമില്ല. പക്ഷേ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു ശീലമില്ലായിരുന്നു എന്നുള്ളതാണ് പോയിൻ്റ്.